നമസ്കാരം. കേരള ബി.ജെ.പിയെ നയിക്കാനായിട്ട് ഇനി ആരെത്തും എന്നൊരു ചോദ്യം അല്ലെങ്കിൽ ഒരു ചർച്ച ഇപ്പോൾ ബി.ജെ.പി പാളയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ഒരു പേര് അല്ലെങ്കിൽ സാധ്യത കൽപ്പിക്കുന്ന ഒരു പേര് ബി.ജെ.പിയുടെ വനിതാ തീപ്പൊരി നേതാവായിട്ടുള്ള ശോഭാ സുരേന്ദ്രന്റെ പേര് തന്നെയാണ്. അപ്പോൾ എത്രത്തോളം ആ ഒരു ബി.ജെ.പിയുടെ ഈ തലപ്പത്തേക്കുള്ള ഒരു കടിഞ്ഞാൻ ശോഭയുടെ കയ്യിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഇപ്പോ ജനുവരി മുതൽ ഉയർന്നു നിൽക്കുന്ന ഒരു കാര്യമാണ്. അതായത് സാധാരണഗതിയിൽ 5 വർഷമാണ് ഒരു സംസ്ഥാന പ്രസിഡന്റ് ടേം ബി.ജെ.പിയെ സംബന്ധിച്ച്. ഇന്ത്യയിലാകെ മൊത്തം 36ഓളം സംസ്ഥാന പ്രസിഡന്റുമാരുണ്ട്. അപ്പൊ ഇവരെയൊക്കെ തന്നെ പുതുതായി തിരഞ്ഞെടുക്കുന്നതും ദേശീയ നേതൃത്വമാണ്. ഒരേ സമയം തന്നെയാണ് ഇതൊക്കെ തന്നെ പല ഘട്ടങ്ങളായി ചിലപ്പോൾ പ്രഖ്യാപിക്കാറുണ്ട്. ഇപ്പൊ ജനുവരി മാസത്തിൽ ഏകദേശം ഒരു സെലക്ഷൻ കഴിഞ്ഞ് ഫെബ്രുവരിയിൽ പൂർണ്ണമായിട്ടും അത് പ്രഖ്യാപിച്ച് മാർച്ചോടുകൂടി ശക്തമായി അടുത്ത തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് പ്രവർത്തിക്കുക എന്നുള്ള ഒരു തീരുമാനമാണ് സാധാരണ രീതിയിൽ ഒരു അജണ്ടയാണ് ബി.ജെ.പിക്ക്. പക്ഷെ ഇത്തവണ സംഭവിച്ചത് ഭയങ്കരമായി ഇതങ്ങ് നീണ്ടുപോവുകയാണ്. അങ്ങനെ നീണ്ടുപോകുമ്പോൾ ഏകദേശം 11 സംസ്ഥാനങ്ങളിൽ പുതിയ സംസ്ഥാന പ്രസിഡന്റുമാരെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ചിലരെ അവിടെ നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഈ 36-ൽ ഒരു പകുതിയോളമെങ്കിലും പ്രസിഡന്റുമാരെ തീരുമാനിച്ചാലേ ദേശീയ അധ്യക്ഷനെ മാറ്റാൻ പറ്റൂ. അതായത് ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രി കൂടിയാണ്. അതുകൊണ്ട് 5 വർഷം പൂർത്തീകരിച്ചിട്ടുണ്ട്. 2020-ലാണ് അദ്ദേഹവും കെ സുരേന്ദ്രനും അടക്കമുള്ള ആ പാനൽ, അതായത് സംസ്ഥാന ദേശീയ അധ്യക്ഷന്മാരുടെ പാനൽ ഉണ്ടായത്. അപ്പൊ അദ്ദേഹത്തിന് ആ ചുമതലയിൽ നിന്ന് മാറേണ്ടതുകൊണ്ട് ഒട്ടനവധി ജോലി, മന്ത്രിസ്ഥാനം വഹിക്കേണ്ട ചുമതലകളുണ്ട്. അപ്പോൾ പുതിയൊരു ദേശീയ നേതാവ് വരും എന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പൊ കേരളത്തിൽ സമാനമായിട്ടുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട്. അപ്പോ കെ സുരേന്ദ്രൻ എന്തായിരുന്നാലും ഒഴിവാകും എന്നുള്ള സൂചന കിട്ടുന്നുണ്ട്. മുമ്പ് പലതവണ പല തിരഞ്ഞെടുപ്പുകൾ, ലോക്സഭ, തദ്ദേശ, നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ നടന്ന സാഹചര്യത്തിൽ ഓരോ തിരഞ്ഞെടുപ്പിന് ശേഷവും സംസ്ഥാന അധ്യക്ഷനെ മാറ്റും എന്ന രീതിയിലുള്ള മാധ്യമ വാർത്തകൾ വന്നിരുന്നു. അപ്പോ ആ സമയങ്ങളിലൊക്കെ തന്നെ കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ അദ്ദേഹം പറഞ്ഞത് ഒരു കാരണവശാലും ഇപ്പം മാറ്റേണ്ട ആവശ്യമില്ല, ഇതിങ്ങനെ തന്നെ തുടരും. അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ദേശീയ നേതൃത്വം കൃത്യമായി തന്നെ സൂചന തരും, അതനുസരിച്ച് ഒരു മാറ്റം സംഭവിക്കുമെന്നാണ്. പക്ഷെ ഇപ്പോൾ മാറ്റേണ്ട സമയം അധികരിച്ചിരിക്കുകയാണ്. ഉറപ്പായും മാറുമെന്നാണ് പറയുന്നത്. ഇതിൽ പല പേരുകൾ ആദ്യം ഉയർന്നു കേട്ട പേരുകൾ എന്ന് പറയുന്നത്, ഒന്ന് മുരളീധരനാകാൻ സാധ്യതയുണ്ട്. നേരത്തെ അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായിരുന്ന സമയത്താണ് BDJS-നെ ഒക്കെ തന്നെ NDA-യോടൊപ്പം കൊണ്ടുവരാൻ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടായത്, തുഷാർ വെള്ളാപ്പള്ളിയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട്. പക്ഷെ ഇപ്പോ BDJS അകന്നു പോകുന്നു എന്നുള്ള ഒരു സൂചനയുണ്ട്. BDJS ഒരുപക്ഷെ NDA-യിൽ നിന്ന് വിട്ടു പോകുമെന്നൊക്കെ ചില വാർത്തകൾ ലഭിക്കുന്നുണ്ട്, ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. എന്താണ് എന്നുള്ളതിലെ വ്യക്തത ഒന്നും തന്നെ കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. NDA സംബന്ധിച്ച് ഒരു കുതിച്ചുചാട്ടം നടത്താൻ സാധിച്ചത് മുരളീധരന്റെ കാലയളവിലാണെന്ന് പറയുന്നു. അതിനുശേഷം അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായി. പിന്നീട് സുരേന്ദ്രൻ എത്തുന്നു. സുരേന്ദ്രന്റെ സമയത്ത് കയറുന്നതിന് തൊട്ട് മുൻപായി ശബരിമല വിഷയങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നു. അദ്ദേഹത്തിന് നല്ലൊരു ഇമേജ് ഉണ്ടാകുന്നു. അതനുസരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ രണ്ടിടത്ത് മത്സരിച്ചപ്പോൾ നേരിയ വ്യത്യാസത്തിൽ പരാജയപ്പെട്ടു. എന്നിരുന്നാൽ പോലും വോട്ട് വീതം വർദ്ധിപ്പിക്കാൻ പറ്റി. അപ്പോൾ ഇതൊക്കെ തന്നെ വലിയ ഘടകങ്ങളാണ്. പിന്നീട് പറയുന്ന ഒരു പേര് MT രമേശാണ്. യാഥാർത്ഥ്യം പറഞ്ഞു കഴിഞ്ഞാൽ സുരേന്ദ്രനെക്കാളും മുന്നേ സീനിയോറിറ്റിയുള്ള നേതാവ് MT രമേശാണ്. അദ്ദേഹത്തെയാണ് ശരിക്കും പരിഗണിക്കേണ്ടിയിരുന്നത്. പക്ഷേ MT രമേശിനെയും മറികടന്നുകൊണ്ടാണ് കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായി കടന്നു വന്നത്. ഒരുപക്ഷെ ആ ശബരിമല വിഷയങ്ങളൊക്കെ തന്നെ ആയിരിക്കാം അതിനൊരു അനുകൂല ഘടകമായി മാറിയെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ മുരളീധരന്റെ അടുത്ത വിശ്വസ്തൻ, മുരളീധരൻ ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുരേന്ദ്രൻ മുരളീധരൻ, ഇവരാണ് ഒരു ബെൽറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധ്യത കൂടി ഉള്ളതുകൊണ്ട് സുരേന്ദ്രന് സാധ്യത കൽപ്പിക്കപ്പെട്ടു. പിന്നീട് പറയുന്ന ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. അതായത് BJPയുടെ ഒരു ഫയർ ബ്രാൻഡാണ്, ഒരു ക്രൗഡ് പുള്ളറാണ്. എവിടെ മത്സരിച്ചാലും അവിടെയൊക്കെ തന്നെ വോട്ട് വിഹിതം ഭീകരമായ രീതിയിൽ ഇരട്ടിയെന്ന് പറയാൻ സാധിക്കില്ല, 10 ഇരട്ടിയോളം ഒക്കെ തന്നെ വർദ്ധിപ്പിച്ച മണ്ഡലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എവിടെ മത്സരിച്ചാലും ശോഭയുടെ ഒരു ഗ്യാരണ്ടി. ഇപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ പോയപ്പോൾ അവിടെ ശോഭ നടത്തിയ ഒരു പ്രസംഗമാണ്. അവിടെ വ്യത്യസ്തമായി, മറ്റ് സ്ഥാനാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത്, സ്ത്രീ പ്രാതിനിധ്യം തിരഞ്ഞെടുപ്പ് കവലകളിലും തിരഞ്ഞെടുപ്പ് വേളകളിലും ഒക്കെ ഉറപ്പാക്കാൻ ശോഭയ്ക്ക് സാധിക്കുന്നുണ്ട്. മറ്റ് സ്ഥാനാർത്ഥികളെന്ന് പറയുമ്പോൾ അവർക്ക് സ്ത്രീകളാരും വോട്ട് അഭ്യർത്ഥിക്കാനായി എത്തുന്നില്ല എന്നൊന്നും അല്ല. ഇപ്പൊ ആലപ്പുഴയിൽ KC ആണ് മത്സരിച്ചത്. KCക്ക് വേണ്ടി KC അവിടെ സ്ഥലത്തില്ലായിരുന്ന സമയത്ത് അവിടുത്തെ മഹിളാ കോൺഗ്രസ് ഒക്കെ തന്നെയായിരുന്നു വലിയ ശക്തമായി തന്നെ അവിടെ പ്രചരണം നടത്തിയത്. അതൊന്നും അല്ല എന്നല്ല പറയുന്നത്. എന്നിരുന്നാലും ശോഭ വരുമ്പോൾ വീട്ടമ്മമാരും പെൺകുട്ടികളും ഇതുപോലെ സ്ത്രീകളും അമ്മമാരും ഒക്കെ രംഗത്തിറങ്ങുന്ന ഒരു കാഴ്ച ഉണ്ടാവാറുണ്ട്. അതുപോലെ ശോഭയ്ക്ക് കിട്ടുന്ന വോട്ടും വീടുകളിലെ അമ്മമാരുടെയാണ്, സ്ത്രീകളുടെയാണ്. അപ്പൊ അങ്ങനെ സ്ത്രീകളെ കൂടി തിരഞ്ഞെടുപ്പിൽ വലിയൊരു നിർണായക ശക്തിയാക്കി മാറ്റാൻ ശോഭയ്ക്ക് സാധിക്കുന്നുണ്ട്.
അതായത് പുരുഷന്മാരുടെ വോട്ട് ഒരു ഭാഗം, അത് രാഷ്ട്രീയമായി അവർ കൃത്യമായി കൊടുക്കുന്നത് അതുപോലെ തന്നെ കൊടുക്കുന്നു. പക്ഷെ സ്ത്രീകളുടെ വോട്ടാണ് ഓരോ കുടുംബത്തിലും മാറി മറിഞ്ഞ് ഒരുപക്ഷെ പോകാൻ സാധ്യതയുള്ളത്. അതിശക്തമായ രാഷ്ട്രീയ നിലപാടുകളൊന്നും തന്നെ ഇല്ലാത്ത വീട്ടമ്മമാരുണ്ട്. എപ്പോ വേണോ ചാഞ്ചാടാം എന്ന് നിഷ്പക്ഷമായി നിൽക്കുന്നവർ, അവർക്ക് അനുകൂലമായ എന്തെങ്കിലും വന്നാൽ മാത്രം വോട്ട് കൊടുക്കുക എന്ന് തീരുമാനിക്കുന്നവർ, അങ്ങനെയുള്ളവരെ ഒക്കെ തന്നെ കയ്യിലെടുക്കാൻ ശോഭയ്ക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ മത്സരിച്ച ഒരു മണ്ഡലത്തിലും 1 ലക്ഷത്തിൽ താഴെ വോട്ടിലേക്ക് പോയിട്ടില്ല. 1 ലക്ഷത്തിലധികം വോട്ട് കൂട്ടാനും ശോഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് 1,80,000-ഓളം വോട്ട് പിടിച്ച ഒരു മണ്ഡലത്തിൽ അടുത്ത ടൈമിൽ മത്സരിച്ചപ്പോൾ 1.5 ലക്ഷത്തിന് മുകളിലേക്ക് വോട്ട് വർദ്ധിപ്പിച്ച ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്നതാണ്. ഇത്തവണ മുരളീധരൻ ആറ്റിങ്ങ മത്സരിക്കുന്നതിന് മുമ്പ് ശോഭാ സുരേന്ദ്രനായിരുന്നു. അന്ന് അവിടെ 1.5 ലക്ഷത്തോളം വോട്ട് ശോഭയ്ക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് വീണ്ടും വർദ്ധിപ്പിക്കാനായി മുരളീധരന് സാധിച്ചതുകൊണ്ടാണ് ശക്തമായ ഒരു ത്രികോണ മത്സരം ആറ്റിങ്ങലിൽ നമുക്ക് കാണാൻ സാധിച്ചത്. സമാനമായി എല്ലായിടത്തും ആലപ്പുഴയിലും 1 ലക്ഷത്തിൽ താഴെ കിടന്നതാണ്. പക്ഷേ ശോഭയ്ക്ക് അത് 1 ലക്ഷത്തിന് മുകളിലേക്ക് വലിയ തോതിൽ ഉയർത്താനായി സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മറുഭാഗത്ത് കേസി ആയതുകൊണ്ടും ആരിഫിന്റെ മത്സരം നടന്നുകൊണ്ടും ശരിക്കും ആരിഫിന്റെ വോട്ടൊക്കെ തന്നെ ചോർന്നു പോയത് ശോഭയിലേക്കാണെന്നുള്ള ഒരു ചർച്ചയും നടക്കുന്നുണ്ട്. അതായത് CPM വോട്ട് വരെ ആർക്ക് പിടിക്കാൻ സാധിക്കുന്നു? BJPക്ക് ശോഭയിലൂടെ നേടിയെടുക്കാൻ കഴിയുന്നു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. പിന്നെ ഈ തീപ്പൊരി പ്രസംഗങ്ങൾ, ഇതൊക്കെ തന്നെ ശോഭയെ വേറിട്ടതാക്കി നിർത്തും. അപ്പോ ഇത്തവണ BJP ദേശീയ സമിതി തീരുമാനിക്കുകയാണ് കേരളത്തിന് ഒരു വനിതാ പ്രാതിനിധ്യം വേണം, സംസ്ഥാന അധ്യക്ഷയായിട്ട് ശോഭ വരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ അതിനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. ഇതുപോലെ തന്നെ പറയുന്നത് തിരുവനന്തപുരത്ത് മത്സരിച്ച രാജീവ് ചന്ദ്രശേഖർ, മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം 20-21 ദിവസേ തിരുവനന്തപുരത്ത് പ്രചരണത്തിനായിട്ട് കിട്ടിയുള്ളൂ. അവസാന നിമിഷമാണ് അദ്ദേഹത്തിന്റെ ആ ഒരു വരവുണ്ടായത്. എന്നാൽ പോലും ആർക്കും പരിചിതമല്ലാത്ത ഒരു വ്യക്തി വളരെ വേഗത്തിൽ പരിചയപ്പെടാനും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനും ദീർഘവീക്ഷണമുള്ള ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരാനും രാജീവ് ചന്ദ്രശേഖരന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കൊണ്ടുവന്ന പല, അതായത് ടെക്നോ പാർക്ക് പോലെ, കഴക്കൂട്ടം ഇന്ന് പ്രവർത്തിക്കുന്നത് പോലെ തന്നെ നെയ്യാറ്റിൻകരയിൽ ഒരു ഹബ്ബ് കൊണ്ടുവരിക, അത് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പ്രവർത്തനങ്ങൾ കൊണ്ടുവരിക, അങ്ങനെ തിരുവനന്തപുരത്തിനെ വികസിപ്പിക്കുക, തിരുവനന്തപുരം പല മൾട്ടി ഡയമെൻഷനിലും തിരുവനന്തപുരത്തിന് വികസനം കൊണ്ടുവരിക, അങ്ങനെ പല ദീർഘവീക്ഷണവും കാഴ്ചപ്പാടും ഒക്കെ ഉള്ള, അറിയാലോ അദ്ദേഹം ഒരു ടെക്നോക്രാറ്റ് ആണ്. അതുകൊണ്ട് അദ്ദേഹം ആ രീതിയിലാണ് കാര്യങ്ങളെ സമീപിക്കുന്നത്. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് പോലെയല്ല. ഒരു 20 വർഷത്തിനപ്പുറം കേരളം എങ്ങനെയായിരിക്കും, തിരുവനന്തപുരം എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ചിന്ത അത് അദ്ദേഹത്തിന്റെ മൈൻഡിലുണ്ട്. അതനുസരിച്ചാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം. ഞാൻ നമ്മുടെ ഈ ഇലക്ഷന്റെ സമയത്ത് പോയിട്ടുണ്ടായിരുന്നു. ആ ടൈമിലൊക്കെ കൂടുതലും കണ്ടിട്ടുള്ളത് ഈ യങ്സ്റ്റേഴ്സിന്റെ അടുത്ത് കമ്മ്യൂണിക്കേഷൻ സെമിനാറുകൾ, അതുപോലെ തന്നെ അവരോട് നേരിട്ട് സംവാദം, അവരുടെ ഐഡിയാസ് കേൾക്കുന്നത്, അതാണ് കൂടുതൽ കണ്ടത്. മറ്റുള്ള ഈ ഒരു നേതാക്കളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് മറ്റുള്ളവർ പോകുന്നുണ്ട്. എന്നിരുന്നാലും പഴയ ആളുകളിലേക്ക് തന്നെ, വോട്ടേഴ്സിലേക്ക് തന്നെ ചെല്ലുമ്പോൾ ഇദ്ദേഹം ഈ പറയുന്ന പോലെ പുതിയ സ്റ്റാർട്ടപ്പുകളുമായിട്ട് ഐഡിയാസ് ആയിട്ട് വരുന്ന ആളുകളുമായിട്ടായിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി അത് തന്നെയാണ്. കാര്യം ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരത്തിലുള്ള മേഖലയിലേക്ക് കടന്നു വന്നു. വലിയ വലിയ സംഭാവനകൾ രാജ്യത്തിന് വേണ്ടി നൽകിയ ഒരു ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തിന് പുതുതലമുറയിൽ വലിയ വിശ്വാസമാണ്. യുവജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും കരുത്ത് യുവജനങ്ങളാണ്. തീർച്ചയായിട്ടും അവരാണ് അതിന്റെ നട്ടല്. ഒരു രാജ്യത്തിന്റെ കരുത്തളക്കുന്നെങ്കിൽ അവിടെ എത്രത്തോളം യുവജനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. വൃദ്ധർ എത്ര പേരുണ്ട് എന്നുള്ളതല്ല നോക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അറിയാം നമ്മുടെ പൊട്ടൻഷ്യൽ എത്രത്തോളമാണെന്നുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യം അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ്. പുറത്തേക്ക് ഒരുപാട് കുട്ടികൾ പോകുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ഒട്ടനവധി ആളുകളാണ് വിദേശത്തേക്ക് പോകുന്നത്. പണ്ട് ഈ ഗൾഫിലേക്ക് മറ്റൊന്നും പോകുന്നത് പോലെയല്ല. ഈ പോകുന്ന ഒറ്റ മനുഷ്യൻ തിരിച്ചു വരുന്നില്ല. അവരൊക്കെ തന്നെ അവിടെ സ്ഥിരമായി താമസമാക്കാനും ഇവിടെ നിന്ന് ബാക്കിയുള്ളവരെ കൂടി പറിച്ചു നടാനുമുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. പിന്നെ മാത്രമല്ല പണ്ടുള്ള ഒരു ജോലിക്കായിട്ട് പോയത്, പക്ഷെ ഇവിടെ ഇപ്പോ പഠിക്കാനും അതുപോലെ തന്നെ അവിടെ ജോലി ചെയ്ത് അവിടെ തന്നെ സെറ്റിൽ ആവാനായിട്ടുള്ള ഒരു പ്ലാൻ. അപ്പൊ ഇങ്ങനെയുള്ള ഇതിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു ശ്രമം രാജീവ് ചന്ദ്രശേഖർ നടത്തുന്നുണ്ട്. അദ്ദേഹം ആ തിരഞ്ഞെടുപ്പിൽ നേരിയ ഒരു വോട്ടിന്റെ, ആദ്യമൊക്കെ അദ്ദേഹം കയറി വന്നിരുന്നു. എന്നിരുന്നാലും ഒരു 10-16,000-ഓളം വോട്ട് കൂടി സമാഹരിക്കാൻ കഴിഞ്ഞെങ്കിൽ 100% അദ്ദേഹത്തിനായിരുന്നു വിജയം. അവിടെയും 2ാം സ്ഥാനത്തെത്താൻ രാജീവ് ചന്ദ്രശേഖരന് സാധിച്ചു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അപ്പോൾ അദ്ദേഹത്തിനും സാധ്യത വളരെ കൂടുതലാണ്. ഇനി നേരത്തെ പറഞ്ഞിരുന്ന അങ്ങനെ ഒരു ചിന്തകളിലേക്കൊന്നും തന്നെ പോകുന്നില്ല. എന്നിരുന്നാൽ പോലും RSSന്റെ ഒരു ഏതെങ്കിലും ഒരു സാന്നിധ്യം വരാൻ സാധ്യതയുണ്ട്. നേരത്തെ കുമ്മനം രാജശേഖരനെ ഒക്കെ തന്നെ പരിഗണിച്ചതുപോലെ മറ്റാരെങ്കിലും അപ്രതീക്ഷിതമായി എത്തിയാലോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സീനിയോറിറ്റി കണക്കാക്കുമ്പോൾ MT രമേശ്, അദ്ദേഹത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എതിർപ്പുകളൊന്നും ഇല്ല നിലവിൽ BJPക്ക് അകത്ത് തന്നെ പല പിടലപ്പിണക്കങ്ങൾ ഉള്ളതുകൊണ്ട് ഇദ്ദേഹത്തെ സംബന്ധിച്ച് എതിർപ്പുകളൊന്നും തന്നെ ഉയർന്ന് കേൾക്കുന്നില്ല. എല്ലാവർക്കും സ്വീകാര്യനാണ്, സൗമ്യനാണ്. അതുപോലെ രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ആൾക്കാരുമായി സംവദിക്കാനും ഇടപെടാനും സഹോദര മൂല്യങ്ങൾ കൽപ്പിച്ചു കൊണ്ടുപോകാനും ആ ഒരു സൗഹൃദ ബന്ധമൊക്കെ കാത്തു സൂക്ഷിക്കാനും ഒക്കെ കഴിയുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തെ എല്ലാവർക്കും വലിയ കാര്യമാണ്. മറ്റ് എതിർ പാളയത്തിലുള്ളവർക്ക് നല്ല കാര്യമാണ്, പാർട്ടിക്ക് അകത്തുള്ളവർക്കും കാര്യമാണ്. ഒരു നിരുപദ്രവകാരി, ആർക്കും ഒരു ഉപദ്രവവും ഇല്ല, ഒരു ശല്യവും ഇല്ല. അതുകൊണ്ട് അദ്ദേഹത്തെ വലിയ ശത്രുവായ ആരും തന്നെ പാർട്ടിക്കകത്ത് കാണുന്നില്ല. പക്ഷേ
ഇപ്പോ സാധ്യത പറയുന്നത് രണ്ടു പേർക്കുമാണ്. എം ഡി രമേശിനെ കൂടാതെ ശോഭ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ. ഇനി ഒരു പക്ഷേ മുരളീധരൻ വന്നാലുമായി. ഈ രാജീവ് ചന്ദ്രശേഖരുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കലും കേരളത്തിൽ മാത്രമായിട്ട് ഒതുങ്ങി പ്രവർത്തിക്കാൻ താല്പര്യം വരില്ല എന്നാണ് കരുതുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം മണ്ഡലത്തിൽ ഏകദേശം ഒരു 8-ലധികം മണ്ഡലങ്ങളിൽ BJPക്കാണ് ഒന്നാം സ്ഥാനത്തെത്താൻ വോട്ട് നേടാനായി സാധിച്ചത്. അതുകൊണ്ട് ഒരു പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചാലുമായി. അതുകൊണ്ട് അദ്ദേഹം അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാനുള്ള സാധ്യതയൊക്കെ കുറവാണ്. പക്ഷെ അദ്ദേഹം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു മാസത്തിൽ ഒരു 5-6 തവണ അദ്ദേഹം തിരുവനന്തപുരത്ത് മുടങ്ങാതെ എത്തുന്നുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് ആശാവർക്കർമാരുടെ അതെ, അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നു. അവരുമായിട്ട് സംസാരിച്ചു, അവരുടെ പ്രശ്നങ്ങൾ കേന്ദ്രത്തെ അറിയിക്കുമെന്നുള്ള ഒരു ഉറപ്പും കൂടെ കൊടുത്തിട്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത്. അതെ. അപ്പോ അങ്ങനെ ഒരു പ്രവർത്തനം നടത്തുന്നുണ്ട്. അദ്ദേഹം തിരഞ്ഞെടുപ്പ് കേന്ദ്രീകൃതമായിട്ടുള്ള പ്രവർത്തനമായിരിക്കുമെന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പൊ അദ്ദേഹത്തിന്റെ സാധ്യത അങ്ങനെയാണെങ്കിൽ പിന്നീട് വരുന്നത് ശോഭയാണ്. ശോഭയ്ക്കാണ് ഏറ്റവും സാധ്യത ഉള്ളത്. ശോഭയ്ക്ക് അമിത്ഷായുമായും കേന്ദ്രമന്ത്രിമാരുമായും ഒക്കെ തന്നെ അടുത്ത ബന്ധമാണുള്ളത്. നരേന്ദ്രമോദിയുമായും ഒക്കെ തന്നെ വലിയ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരു നേതാവാണ്. ശോഭ എത്തിയാൽ ഒരുപാട് മാറ്റം BJPക്ക് അകത്ത് തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി ഇതിനേക്കാളും ഒക്കെ അപ്പുറം ഈ ഗ്രൂപ്പിസമാണ് ഇതിനകത്തൊരു തലവേദനയായിട്ട് നിൽക്കുന്നത്. ശോഭ വരാൻ ശക്തമായി തന്നെ മുരളീധരനും സുരേന്ദ്രനും എതിർക്കുമെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. എന്നാൽ ശോഭ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളും ശോഭ എത്തിയാൽ ഉണ്ടാകുന്ന പൊട്ടിത്തെറികളും ഇതൊക്കെ തന്നെ പലരും ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു സാധ്യത മുരളീധരൻ എത്താനാണ്. മുരളീധരൻ എന്തായിരുന്നാലും ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ശക്തമായി തന്നെ നോക്കി കാണുകയാണ്. ഒരു പക്ഷേ കഴക്കൂട്ടം മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഒരുങ്ങിയിരിക്കുന്നു. അപ്പൊ അദ്ദേഹം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അധ്യക്ഷ പദവി വീണ്ടും ഏറ്റെടുക്കുമെന്ന് തോന്നുന്നില്ല. ഒരു പക്ഷെ അടുത്ത ടൈമിലേക്ക് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ഒരു സാധ്യത കിട്ടി ഉറപ്പായി ഒരു കേന്ദ്രമന്ത്രി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായി. കാര്യം നേരത്തെ അദ്ദേഹത്തെ പരിഗണിച്ചത് കൂടിയായിരുന്നു. അപ്പൊ ഇത്തവണ അങ്ങനെ ഒരു സാധ്യതയും നിൽക്കുന്നുണ്ട്. ഇനി BJP ദേശീയ നേതൃത്വം എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജനുവരിയിൽ പറഞ്ഞിരുന്നു, ഫെബ്രുവരിയിൽ പ്രഖ്യാപിക്കും, മാർച്ചോടുകൂടി പ്രവർത്തനം ആരംഭിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ മാർച്ച് പകുതി കഴിഞ്ഞു, എന്നിട്ടും ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ മുന്നറിയിപ്പ് ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിലും വലിയ ഇത് വരുന്നില്ല. ഇതിന് പ്രധാനമായിട്ട് 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, നമുക്കറിയാവുന്നതാണ്, ഈ ഫെബ്രുവരി സമയത്താണ് മണിപ്പൂരിലെ CM-നെ മാറ്റിയ ഒരു സംഭവം ഉണ്ടായത്. അതുപോലെ ഡൽഹി ഇലക്ഷൻ നടന്ന സമയം ഡൽഹിയിൽ വലിയൊരു വിജയം BJPക്ക് കിട്ടിയതുകൊണ്ട് തന്നെ അവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട തിരക്കുകളൊക്കെ തന്നെ സംഭവിച്ചു. പിന്നീട് സംഭവിച്ചത് മണിപ്പൂരിന്റെ ഇഷ്യൂ ആണ്. അത് വലിയൊരു തലവേദന BJPയെ സംബന്ധിച്ച് സൃഷ്ടിച്ച ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ വന്നതുകൊണ്ട് ഡിലേ ആയി എന്നാണ് നിലവിൽ ഡൽഹിയിൽ നിന്ന് കിട്ടുന്ന സൂചനകൾ. എന്തായിരുന്നാലും ഉടനെ ഇതിലൊരു പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് കരുതുന്നത്. അതിൽ സാധ്യത ഇപ്പോൾ നറുക്ക് വീഴുമെന്ന് പ്രതീക്ഷിക്കുന്നത് ശോഭയ്ക്കുമാണ്.